प्रिय बच्चे, आप सभी ठीक है ना? ओके। पिछले कक्षा में हमने पिता का प्रायश्चित नामक एक संस्मरण के बारे में चर्चा किया। वो संस्मरण किसने लिखा है? श्री अरुण गांधी ने लिखा है। प्रस्तुत संस्मरण को हिंदी में अरविंद गुप्ता ने अनुवाद किया। ओके। इसमें एक दिन अरुण गांधी ने अपने 16 बरस का समय अपने माता पिता के साथ दक्षिण अफ्रीका में टर्बन से करीब 18 मील एक आश्रम में रहता था। वह आश्रम किसने स्थापित किया? यस, अरुण गांधी के दादाजी महात्मा गांधी ने स्थापित किया। वहाँ दूर दूर तक गन्ने के खेत है, इसके बीच में वह आश्रम। ओके। इसलिए सिटी से शहर से दूर एक गांव में होने के कारण उस आश्रम में कोई पड़ोसी नहीं थे। इसलिए अरुण गांधी और उसके 2 बहिनें शहर जाने की इंतज़ार कर रहे थे। शहर में कारण क्या है? यस, शहर में उसके मित्रों से मिला और सिनेमा भी देखेंगे। ओके। एक दिन अरुण गांधी को अपने पिता ने शहर में एक पूरे दिन की एक मीटिंग होने के कारण वहाँ ले जाने के लिए कहा। उस समय माताजी भी एक लंबी लिस्ट भी जमा दिया। ओके। शाम के समय 5 बजे वहाँ लौटाने के लिए पिता ने कहा और बताए गए कामों को पूरी करने के बाद उसने सिनेमा एक जॉन बेन की एक दिलचस्पी फिल्म देखने के लिए सिनेमा घर में गया। वह उस प्रस्तुत फिल्म देख कर समय का ध्यान नहीं आया। जब ध्यान आए तो तब 5:30 बजे चुके थे। वहाँ से जड से अरुण गांधी ने गैरेज पर पहुंचकर कार लेकर पिता के साथ पहुंचा। तब शाम के 4 बज चुके थे। ओके। उस समय पिताजी ने पूछा, तुम क्यों लेट हो गए? तब अरुण गांधी ने एक झूठ बोला, कार तैयार नहीं था इसलिए देर हो गया। असली में ये एक झूठ था। ओके। अब देखिए पेज नंबर 31। मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे और असलियत से वाकिफ़ थे। वे मेरे झूठ को जान चुके थे पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है। मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है। अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा। ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया। अंधेरा हो चुका था और ज़्यादातर रास्ता कच्चा था। सड़क सुनसान थी और वहाँ कोई रोशनी भी नहीं थी। मैं पिताजी को अकेला नहीं छोड़ सकता था। मुझे इस बात का कोई अंदाज़ा नहीं था। എനിക്കാണെങ്കിൽ इस बात का ഈ ഒരു കാര്യത്തെക്കുറിച്ച് कोई अंदाज़ा മീൻസ് ഗസ് ചെയ്യുക, ഊഹിക്കുക അല്ലേ? അപ്പോൾ എന്താണ്? മുझे इस बात का कोई अंदाज़ा नहीं था. ഞാൻ ആഴ്ചാൽ ഈ കാര്യം ഊഹിച്ചതേ ഇല്ല, ഇത് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തെന്നാൽ എന്ത് കാര്യം? പിതാജി പെഹ്ലേഹി, ഫാദർ പെഹ്ലേഹി ആദ്യം തന്നെ ഗാരേജ് കോ ഫോൺ കർ ചുക്കേത്തെ, എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗാരേജ് കോ ഫോൺ കർ ചുക്കേത്തെ, ഗാരേജിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. और असलियत से അതുപോലെ യാഥാർത്ഥ്യം, വാക്കിഫ്തെ അറിയുകയും ചെയ്തിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ലൈറ്റ് ആയപ്പോഴേക്കും പിതാജി എന്ത് ചെയ്തിട്ടുണ്ട്? ഗാരേജിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം അറിയുകയും ചെയ്തു. എപ്പോഴാണ് വന്നിട്ട് കാർ എടുത്തതെന്ന് അറിയുകയും ചെയ്തു. കാറിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു.
വേ മേരെ ജൂട്ട് കോ ജാൻ ചുകേ തേ. വേ അദ്ദേഹം മേരെ ജൂട്ട് കോ എൻ്റെ തെറ്റിനെ, ഞാൻ പറഞ്ഞ നുണയെ, ജാൻ ചുക്കേ തേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പർ ബോലെ എന്നിട്ട് പറഞ്ഞു, ജിസ് തരഹ് സേ മേനെ തുമേ ബഡാ കിയ. ജിസ് തരഹ് സേ ഏത് തരത്തിലാണോ മേനെ ഞാൻ, തുമേ നിന്നെ, ബഡാ കിയ ഹെ വളർത്തിയത്, ഉസ്മേ മുജ്സേ കോയി ഭാരി ചൂക്ക് ഹുയി ഹെ അതിലെനിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചു. എന്താണ്? മേനെ തുമേ സച്ച് ബോൾനേക്കാ ആത്മവിശ്വാസ് നഹീം ദിയ. ഞാൻ നിന്നെ വളർത്തിയ സമയത്ത്, നിന്നെ ഇത്രയും വളർത്തിയ സമയത്ത്, മേനെ ഞാൻ, തുമേ നിനക്ക്, സച്ച് ബോൾനേക്ക എന്താ സച്ച് ബോൾന, സത്യം പറയാനുള്ള, ആത്മവിശ്വാസ് നഹീം ദിയ എന്ത് തന്നെ ആയാലും സത്യത്തിന് സത്യമായിട്ട് പറയാനുള്ള ഒരു ആത്മവിശ്വാസം നിനക്ക് ഞാൻ നഹീം ദിയ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിന്നെ വളർത്തി അഹിംസയിലൂടെ അല്ലേ, അതായത് അഹിംസയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആ കുടുംബം, അതിലെ വ്യക്തിയാണ് നമ്മുടെ അരുൺ ഗാന്ധിയുടെ പിതാവ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിന്നെ ഇത്രയും വലുതാക്കിയ സമയത്ത് നിനക്ക് ഞാനൊരു ആത്മവിശ്വാസം തരാൻ ഞാൻ മറന്നുപോയി, അതിലെനിക്ക് വീഴ്ച സംഭവിച്ചു, നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം ഞാൻ നിനക്ക് നൽകിയിട്ടില്ല. അബു മേം ഗർ തക്ക് കി, അതിനാൽ അബ് മീൻസ് നൗ, ഞാൻ ഇപ്പോൾ, മേ ഗർ തക്ക് കി വീട് വരെ, അഡാരെ മീൽ കി എന്താ അഡാരെ മീൽ 18 അല്ലേ 18 മൈൽ ദൂരെ, പൈതൽ ചൽക്കർ എന്താ പൈതൽ കാൽനടയായിട്ട് നടന്നുകൊണ്ട്, തൈ കരുക നടക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ തും സച്ച് അസലിമേ തും സച്ച് ജൂട്ട് ബോൾത്തേ ഹെ അല്ലേ, യഥാർത്ഥത്തിൽ നീ നുണയാണ് പറഞ്ഞത്. ഇസ്മേ മേം പ്രായശ്ചിത് കരും അല്ലേ, ഇതിൽ ഞാനാണ് പ്രായശ്ചിത്തം നൽകുന്നതൊക്കെ ചെയ്യുന്നത്. കാരണം ക്യാ ഹേ, മേം ജാൻതി ഹേ എനിക്കറിയാം. എന്താണ്? തുമേം സച്ച് ബോൾനേക്ക് ആത്മവിശ്വാസ് മേ നഹീം ദിയ, നിന്നെ വളർത്തി വലുതാക്കി, പക്ഷേ സച്ച് ബോൾനേക്ക് ആത്മവിശ്വാസ് മേ നഹീം ദിയ സത്യം പറയാനുള്ള ആത്മവിശ്വാസം കൂടി ഞാൻ നിനക്ക് നൽകേണ്ടതായിരുന്നു, അത് ഞാൻ നിനക്ക് നൽകിയിട്ടില്ല. അതിനാൽ നീ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു? 18 മൈൽ ദൂരെ ഞാൻ നടന്നു പോകാം, അതിന് പ്രായശ്ചിത്തം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്തു? അഡാരെ മീൽ കി ദൂരി പൈതൽ ചൽക്കർ ഹി തൈ കരൂങ്ക. യേ കഹത്തെ ഹുയെ സൂട്ട് ബൂട്ട് പെഹനെ, ഇതും പറഞ്ഞുകൊണ്ട് സൂട്ട് ബൂട്ട് പെഹനെ, സൂട്ടും ബൂട്ടൊക്കെ ധരിച്ചിട്ടുള്ള പിതാജി ചൽന ശുരു കിയ, അദ്ദേഹം നടക്കാൻ ആരംഭിച്ചു. അന്തേര ഹോ ചുക്കാത്ത ഔർ ജ്യാദാതർ രാസ്ത കച്ചാത്ത. അന്തേര ഹോ ചുക്കാത്ത, അന്തേര മീൻസ് ഡാർക്ക്നെസ് അല്ലേ, വളരെ ഇരുട്ടായിരുന്നു. ഔർ ജ്യാദാതർ രാസ്ത, കൂടുതലും വഴികൾ എന്തായിരുന്നു? കച്ച മീൻസ് പരുക്കൻ അല്ലേ, റഫായിരുന്നു. റഫ് മീൻസ് വഴികളൊക്കെ കൂർത്ത കല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സടക് സുൻസാൻ തി, റോഡാകട്ടെ സുൻസാൻ എന്താ സുൻസാൻ സൈലൻ്റ് ആയിരുന്നു. അവർ വഹാം കോയി, അവിടെ നിന്നും കോയി രോഷ്നി എന്താ രോഷ്നി ലൈറ്റ്, യാതൊരു ലൈറ്റ് പോലും നഹീം തി ഉണ്ടായിരുന്നില്ല. മേം പിതാജിക്കോ അക്കേല നഹീം ചോട് സക്ത, ഞാനാകട്ടെ പിതാജിക്കോ അച്ഛനെ അക്കേല നഹീം എന്താ അക്കേല എലോൺ ഒറ്റയ്ക്ക് നഹീം ചോട് സക്താത്ത, എനിക്ക് അച്ഛനെ ഒറ്റയ്ക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് അച്ഛൻ നടന്നു വന്നോട്ടെ വിചാരിച്ചിട്ട് പോകാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. നെക്സ്റ്റ് പേജ്. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूँगा. इसलिए അതിനാൽ 5.5 घंटे तक എന്താ 5.5 घंटे 5.5 hours തക്ക് വരെ, തക്ക് മീൻസ് ടിൽ വരെ, മേ ഉൻകെ പീച്ചെ പീച്ചെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നിലായിട്ട്, ധീമി ഗതിസെ എന്താ ധീമി ഗതി സ്ലോലി മെല്ലെ, കാർ ചലാത്ത രഹ കാറ് മെല്ലെ അദ്ദേഹത്തിൻ്റെ പിറകിലായിട്ട് ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. കൂടാതെ മേരെ झूठ पर ഞാൻ പറഞ്ഞ നുണയിൽ, പിതാജിക്കോ അച്ഛന്, പ്രായശ്ചിത് കർത്തെ ഹുയെ ദേഖ്താ രഹ എൻ്റെ ഫാദർ പ്രായശ്ചിത്തം ചെയ്യുന്നത് കാണുകയും ചെയ്യേണ്ടി വന്നു. ഉസ് ദിൻ മേനെ ജീവൻ ക ഏക അഹം നിർണയ ലിയ. ഈ ഒരു കാര്യത്തിൽ വളരെയധികം സങ്കടം തോന്നിയാർക്ക്? അരുൺ ഗാന്ധിക്ക്. അങ്ങനെ ഉസ് ദിൻ ആ ദിവസം,
मैंने ഞാൻ ജീവൻ കാ എൻ്റെ ലൈഫിൽ ജീവൻ മീൻസ് ലൈഫ് എൻ്റെ ലൈഫിൽ ഏക അഹം നിർണയ ലിയ ഒരു അഹം നിർണയ് സെൽഫ് ഡിസിഷൻ സ്വയം ഒരു തീരുമാനം ഞാൻ എടുത്തു. എന്തായിരുന്നത്? മേ കബീബി ജൂട്ട് നഹി ബോലൂങ്ക. മേ കബീബി മീൻസ് നെവർ ഒരിക്കൽ പോലും മേ ജൂട്ട് നഹീം ബോലൂങ്ക ഞാൻ നുണ പറയില്ല എന്നുള്ളൊരു അഹം നിർണയ ലിയ. ഉസ് ദിൻ उस समय अरुण गांधी ने एक अहम निर्णय लिया. वह अहम निर्णय क्या था? അരുൺ ഗാന്ധി കബി ബി ജൂട്ട് നഹി ബോലൂങ്ക അല്ലേ, ഒരിക്കലും നുണ പറയില്ല എന്നുള്ളൊരു ഡിസിഷൻ അദ്ദേഹം എടുത്തു. लास्ट पैराग्राफ. मैं अक्सर इस घटना के बारे में सोचता हूँ, अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती, परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे ये घटना कल ही घड़ी हो. अहिंसा की यही शक्ति है. मैं अक्सर മിക്കവാറും ഞാൻ മിക്കവാറും ഇസ് ഘടന കെ ബാരെ മേ സോച്താ ഹും ഞാൻ ഈ ഒരു സംഭവം അല്ലേ, അച്ഛൻ എൻ്റെ തെറ്റിന് അച്ഛൻ ചെയ്ത ആ പ്രായശ്ചിത്തത്തെക്കുറിച്ച്, ആ ഒരു ഘടന, ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സോച്താ ഹും ചിന്തിക്കുന്നു. മേ അക്സർ ഈസ് ഘടന കെ ബാരെ മേ സോച്താ ഹും ഞാൻ മിക്കവാറും ഈ ഒരു സംഭവം എപ്പോഴും ഓർക്കാറുണ്ട്. അഗർ പിതാജീനെ ഒരു പക്ഷേ എന്താണ്, പിതാജീനെ അച്ഛൻ, മുझे അന്യപാലകോം കി എൻ്റെ അച്ഛൻ, മുझे എന്നെ, അന്യപാലകോം പാലകോം മീൻസ് പാരൻസ്, മറ്റു പാരൻസിനെ പോലെ സജാ ദി ഹോത്തി തോ സജ മീൻസ് പണിഷ്മെൻറ്റ്, എനിക്ക് പണിഷ്മെൻറ്റ് തരികയാണെങ്കിൽ, എന്നെ അടിക്കുകയും മറ്റും പണിഷ്മെൻറ്റ് തരികയാണെങ്കിൽ ക്യാ എന്താ, മേനെ ഞാൻ, കോയി സബക് സീക്ക ഹോത്ത ഞാൻ എന്തെങ്കിലും ഗുണപാഠം നിന്ന് പഠിക്കുമായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ മറ്റു പേരൻസിനെ പോലെ അന്യപാലകോം की तरह सजादी होती तो मेरे पिताजी अन्य पालकों की तरह सजादी देती तो होती तो मैंने कोई सबक सीखा होता ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കുമായിരുന്നോ. ഷായത് നഹീം ഒരു പക്ഷേ ഇല്ല, അതായത് അച്ഛൻ എന്നെ അടിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഞാനത് ആ വടിയുടെ വേദനയിൽ അത് മറന്നു പോകും, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഷായത് നഹീം ഒരു പക്ഷേ ഇല്ല. സജാ രഹനേക്കെ ബാദ് ബി എന്താ സജാ രഹനേക്കെ ബാദ് ആ പണിഷ്മെൻറ്റ് കിട്ടിയതിന് ശേഷം, ബാദ് ബി ശേഷം, മേം ഞാൻ, ഷായത് ഒരു പക്ഷേ, ജൂട്ട് ബോൽനേക്ക് നുണ പറയാനുള്ള, അപ്പനി ആദത്ത് എൻ്റെ ഹാബിറ്റ്, ആദത്ത് മീൻസ് ഹാബിറ്റ് എൻ്റെ ശീലം, നഹീം ബദൽത്തി ഹോത്തി മാറ്റുമായിരുന്നില്ല. അപ്പം എനിക്ക് അടി കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും ശിക്ഷ നൽകുകയായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ആ തെറ്റിനെ ആവർത്തിച്ചു കൊണ്ടിരുന്നേനെ. പരന്തു എന്നാൽ ഈസ് അഹിംസക് ഘടനാക്ക മേരെ ഊപ്പർ ഈ അഹിംസക് ഘടന, ഈ ഹിംസാത്മകമായിട്ടുള്ള ഹിംസയിലൂന്നിയ എന്നല്ല, അഹിംസയിലൂന്നിയ ഘടന ഈ സംഭവം, മേരെ ഊപ്പർ എനിക്ക് ബൗത് ഗഹര അസർ ഹുവ എന്നിൽ വളരെയധികം ഗഹര മീൻസ് ഡീപ്പായിട്ടുള്ള അസർ സ്വാധീനം ചെലുത്തി. അപ്പം ഈ ഒരു സംഭവം അഹിംസാത്മക യസ് ഘടന മേരെ ഊപ്പർ എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി. മുझे लगता है എനിക്ക് തോന്നുന്നു, ജൈസെ എന്താ തോന്നുന്നത്, ഈ ഘടന കൽഹി ഘട്ടി ഹോ ഈ സംഭവം കൽഹി ഘട്ടി ഹോ ഇന്നലെ നടന്ന സംഭവം പോലെ എനിക്കിപ്പോഴും തോന്നുന്നു. അഹിംസാക്കി യഹി ശക്തി ഹെ അഹിംസയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ അരുൺ ഗാന്ധി പറയുകയാണ് അഹിംസയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഒരുപക്ഷെ ഈ നുണ, താൻ പറഞ്ഞ നുണയുടെ പേരിൽ അച്ഛൻ എന്തെങ്കിലും പണിഷ്മെൻറ്റ് എനിക്ക് തരികയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജൂട്ട് ബോൾനേക്ക് ആദത്ത് കബി നഹീം ചോടുക അല്ലേ, എന്താണ്, ഞാൻ ഒരിക്കലും എൻ്റെ നുണ പറയാനുള്ള ശീലം ഉപേക്ഷിക്കുമായിരുന്നില്ല. ലേക്കിൻ പ്രസ്തുത് ജൂട്ട് പർ അസ്ലിമേ കോൻ പ്രായശ്ചിത്ത ആരാണ് യഥാർത്ഥത്തിൽ പ്രായശ്ചിത്ത ചെയ്തത്? യെസ്, പിതാനെ പ്രായശ്ചിത് കിയ. ഇസ് പർ अरुण गांधी को बहुत दुख हुआ. उसने एक अहम निर्णय लिया. उसने कभी नहीं झूठ बोलूँगा. यह वह इदाയിരുന്നു അത്. ओके, प्रस्तुत पाठ भाग बार बार पढ़ना. कोई संदेश है तो मुझसे पूछिए. ओके, इसमें एक एक्टिविटी है, ये देखिए. सही मिलान करें.
മാച്ച് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റിൽ വർഷ, വർഷ, സുദൂർ, അവസർ, പ്രദേശ്, പ്രതീക്ഷ, ടൂണ്ട്. ഇതിന് അനുയോജ്യമായിട്ടുള്ള വേർഡ്സുകൾ അപ്പുറത്തെ കുളത്തിലുണ്ട്, ഗോള വരച്ചിട്ട് അതെല്ലാം ആ സർക്കിളിലുണ്ട്, അത് സെലക്ട് ചെയ്ത് എഴുതുക. ഓക്കെ. വർഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെയിനാണ്. അപ്പോൾ അതിന് അപ്പുറത്തുണ്ട് എന്താണ്? ബരസ് എന്നാണ്. സുദൂർ, സുദൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂർദരാജ് അല്ലേ? സുദൂർ മീൻസ് ദൂർദരാജ്, ദൂരെയാണ് എന്നതാണ്. അവസർ മീൻസ് അവസർ, ഓപ്പർച്യൂണിറ്റി, മൗക്ക. ഓക്കെ. പ്രദേശ് എന്നുള്ളത് പ്രദേശം, പ്ലേസ്, ഇലാക്ക. പ്രതീക്ഷ, പ്രതീക്ഷ മീൻസ് പ്രതീക്ഷിക്കുക, इंतजार. टूट मीन्स सर्चिंग, तलाश. ओके. प्रस्तुत पाठभाग बार बार पढ़ना, कोई संदेह है तो मुझसे पूछिए. ओके. आज की कक्षा में हम समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.